ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനിടെ NDA സഖ്യത്തെ പ്രതിരോധത്തിലാക്കുകയാണ് കർണാടകയിലെ സെക്സ് ടേപ്പ് വിവാദം. മുൻ പ്രധാനമന്ത്രിയും JDS ആചാര്യനുമായ HD ദേവഗൌഡയുടെ കൊച്ചുമകനും ഹാസനിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ ദേവണ്ണയ്ക്കെതിരെയാണ് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, കൂട്ട പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. പരാതികളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെ കർണാടക സർക്കാർ SIT അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നിരിക്കെയാണ് ഹാസനിലെ സിറ്റിംഗ് MP കൂടിയായ പ്രജ്വലിന് പുറമെ അച്ഛനും ഹോല നരസിപുര MLAയുമായ HD രേവണ്ണയ്ക്കുമെതിരെ ലൈംഗിക പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന 47-കാരിയാണ് ആദ്യമായി പരാതിയുമായി രംഗത്തെത്തിയത്. വീട്ടുജോലിക്കാരായ സ്ത്രീകളെ പ്രജ്വലും രേവണ്ണയും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും വീഡിയോ പകർത്തുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത്. വീട്ടുജോലിക്ക് ചേർന്ന് 4-ാം മാസം തന്നെ രേവണ്ണ നിരന്തരം ഫോണിൽ വിളിച്ച് റൂമിൽ വരാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു. ആ സമയത്ത് 6 സ്ത്രീ തൊഴിലാളികളാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രജ്വൽ രേവണ്ണ വീട്ടിലെത്തിയാൽ എല്ലാവരും ഭീതിയിലാകും. വീട്ടിലുള്ള പുരുഷന്മാരായ ജീവനക്കാർ തങ്ങൾ സൂക്ഷിക്കണമെന്ന് എല്ലായ്പ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടുജോലിക്കാരികളിൽ ആരെയെങ്കിലും സ്റ്റോർ റൂമിലേക്ക് വിളിക്കുകയും ബലപ്രയോഗത്തിലൂടെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നാണ് പരാതിയിൽ പറയുന്നത്. രേവണ്ണയുടെ സ്ഥിതി ഇതാണെങ്കിൽ 100 കണക്കിന് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ പരാതി. ഇയാൾ നിരവധി സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തായിരുന്നു. സ്ത്രീകളുടെ എതിർപ്പ് വകവയ്ക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാം വീഡിയോയിൽ പകർത്തുകയുമാണ് പ്രജ്വലിന്റെ പരിപാടിയെന്നാണ് പരാതികളിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് പ്രജ്വൽ 2-ാം തവണയും ജനവിധി തേടുന്ന ഹാസനിൽ ഉൾപ്പെടെ വീഡിയോകൾ പുറത്തായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഒരു BJP നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023-ൽ രേവണ്ണയ്ക്കെതിരെ ഹോല നരസിപുരയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച G ദേവരാജഗൌഡയാണ് പ്രജ്വലിനെതിരായ ലൈംഗിക പീഡന പരാതികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന BJP അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്ക് കത്തെഴുതിയത്. ദേവഗൌഡ കുടുംബത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ ജീവനക്കാരികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ 2976 രഹസ്യ വീഡിയോകൾ അടങ്ങുന്ന പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ചില ദേശീയ കോൺഗ്രസ് നേതാക്കളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. സ്ത്രീകളെ നിരന്തരം ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാനായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെ ഈ വീഡിയോകൾ പകർത്തി സൂക്ഷിച്ചിരുന്നതെന്നും BJP നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹാസനിൽ പ്രജ്വലിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിനാൽ അത് പ്രതിപക്ഷത്തിന്റെ ബ്രഹ്മാസ്ത്രമാകുമെന്നും BJP ഉൾപ്പെടെ അതിന്റെ കളങ്കം ഏറ്റെടുക്കേണ്ടി വരുമെന്നും ദേവരാജഗൌഡ മുന്നറിയിപ്പ് നൽകി. BJPയിൽ നിന്നുള്ള എതിർപ്പുകൾ മറികടന്നും പ്രജ്വലിനെ വീണ്ടും ഹാസനിൽ തന്നെ നിർത്തുകയായിരുന്നു JDS. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ വിവാദ വീഡിയോകൾ പുറത്താകുകയും ചെയ്തു. ഇതോടെയാണ് കർണാടക വനിതാ കമ്മീഷൻ അധ്യക്ഷ പരാതികളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയത്. പ്രതിഷേധവുമായി സ്ത്രീ സംഘടനകളും രംഗത്തെത്തി. പിന്നാലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് സർക്കാരും ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ഹാസനിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പ്രജ്വൽ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നിലനിൽക്കെയാണ് വിമാനത്താവളം വഴി ഇയാൾ നാടുവിട്ടിരിക്കുന്നത്.